പ്രഖ്യാപിക്കുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ ട്രംപിനെ പതിയെ പതിയെ തിരുത്തേണ്ടി വരും എന്നതിന് തെളിവാണ് H-1B വിസയിൽ സംഭവിച്ചത്. ഇനിയും ട്രംപ് തിരുത്താൻ പോകുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചയിലെ പിടിവാശിയാണ്. ട്രംപ് പുറത്തു പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നും ഇന്ത്യൻ കാർഷിക വിപണിയിലേക്ക് അമേരിക്കക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടിച്ചു കയറ്റാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നും വ്യക്തമാണ്. അതിനുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് വഴങ്ങാൻ പറ്റുന്ന സാഹചര്യമില്ല. അമേരിക്കയിലെ കർഷകരെന്ന് പറയുന്ന നമ്മുടെ കർഷകരെ പോലല്ല. അവർ വലിയ മാഫിയാണ്, വലിയ ലോബിയാണ്. നമ്മുടെ ഇന്ത്യയിൽ 3-4 പശുക്കളായിരിക്കും ഒരു സാധാരണ കർഷകൻ ഉള്ളതെങ്കിൽ, അതാണ് ശരാശരിയെങ്കിൽ, അമേരിക്കയിലെ ശരാശരി കർഷകരുടെ പശുക്കളുടെ ഉടമസ്ഥാവകാശം 380 അതാണ് വ്യത്യാസമൊന്നും. ഇവർ വളരെ പവർഫുള്ളാണ്. അവിടെ ഉണ്ടാക്കുന്ന ചോളവും സോയാബീനും ഇത് രണ്ടും ജനിതക മാറ്റം വരുത്തി ഉണ്ടാക്കുന്ന ബൾക്ക് പ്രൊഡക്ഷൻസ് ആണ്. ഇത് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യണം എന്നതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത്തരത്തിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ചോളവും സോയാബീനും ഉണ്ടാക്കുന്ന ഇന്ത്യക്ക് അത് ആവശ്യമില്ല. ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ പെട്രോളിലും ഡീസലിലും എത്തനോൾ ചേർക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ അതിന് ചോളം ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എത്തനോൾ ഉപയോഗത്തിന് വേണ്ടി മാത്രമെങ്കിലും അമേരിക്കയിൽ നിന്നും ചോളം ഇറക്കുമതി ചെയ്യണമെന്നാണ് സമ്മർദ്ദം. ഇന്ത്യ അല്പസ്വല്പം ആടിയിരുന്നു, അതിനൊരു ശ്രമം നടത്തി. ഇന്ത്യയുടെ പോളിസി ജനിതക മാറ്റം വരുത്തിയതൊന്നും വേണ്ട എന്നാണ്. എങ്കിൽ പോലും അതിശക്തമായ സമ്മർദ്ദം വന്നപ്പോൾ എത്തനോൾ ഉപയോഗത്തിന് വേണ്ടി മാത്രം വരുത്താം എന്നൊരു ആലോചന നടന്നിരുന്നു. എന്നാൽ മോദിക്ക് പേടിയാണ്. വിചാരിക്കുന്നതിനേക്കാൾ വലിയ കർഷക വികാരമുണ്ടാവുമെന്ന ഭയം. എത്തനോളിൻ്റെ പേര് പറഞ്ഞിവിടെ എത്തുന്ന ജനിതക മാറ്റം വരുത്തിയ ചോളവും സോയാബീനുമൊക്കെ സാധാരണ വിപണിയിലേക്ക് ഇറങ്ങിയേക്കും എന്ന ആശങ്ക കർഷകർക്കുണ്ടായി. അതുകൊണ്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ട്രാക്ടർ എടുത്തുകൊണ്ട് ഡൽഹിക്ക് പോകാൻ റെഡിയായിരിക്കുകയാണ് ഇവർ. ഇപ്പോൾ തന്നെ പ്രതിപക്ഷം അവസരം കാത്തിരിക്കുന്നു. ഇത് ട്രംപിന് മനസ്സിലാവുന്നില്ല. എന്നാൽ കർഷക രോഷം ശക്തമാകും എന്നതുകൊണ്ട് തന്നെ എത്തനോളിന് വേണ്ടി പോലും ചോളം ഇറക്കുമതി ചെയ്യുന്നതിനോട് അനുവദിക്കാതിരിക്കുകയാണ് ഇന്ത്യ. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിലെ കർഷകരുടെ കരുത്ത് ട്രംപ് തിരിച്ചറിയുകയും ട്രംപിന് പിടിവാശിയിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്യും. അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടി വരും. ചൈന ഒരു ത്രെട്ടായി വളർന്നു വരുമ്പോൾ അങ്ങനെ ഇന്ത്യയെ പെട്ടെന്ന് ഒറ്റയടിക്ക് അകറ്റി നിർത്താൻ ട്രംപിന് കഴിയില്ല. ട്രംപ് ഇന്ത്യൻ കർഷകൻ്റെ കരുത്ത് തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തുന്ന കാലം അതിവിദൂരമാവില്ല.